beginning of the creation, God made them male and female. For this reason, a man shall leave his father and mother and be joined to his wife, and the two shall become one flesh. So then they are no longer two, but one flesh. Therefore, what God has joined together, let not man separate. അടുത്ത ക്ലാസ് നൽകുന്നത് പ്രൊഫസർ ജോബ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ മെർലിൻ ഇവരാണ്. ദാമ്പത്യ ജീവിതത്തിലെ പ്രതീക്ഷകളെക്കുറിച്ചും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നെ കുറിച്ചൊക്കെയാണ് രണ്ടുപേരും ചേർന്ന് ക്ലാസ് നൽകുന്നത്. അവരുടെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്കൊരു ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ദൈവമേ, നിൻ മുഖം കാണുവാനായി നിൻമൊഴി ഞാനൊന്നു കേൾക്കുവാനായി നിൻ ദിവ്യകാന്തി മുങ്ങുവാനായി മോഹിച്ചു ദാഹിച്ചു കാത്തിരിപ്പൂ, മോഹിച്ചു ദാഹിച്ചു കാത്തിരിപ്പൂ. ദൈവമേ, നിൻ മുഖം കാണുവാനായി നിൻമൊഴി ഞാനൊന്ന് കേൾക്കുവാനായി നിൻ കാന്തി മന്നിതിൽ ചിന്തിടുമ്പോൾ പൂങ്കാവു പുഞ്ചിരി തൂകിടുന്നു. പൈങ്കിളി പാടി പറന്നിടുന്നു. സർവേശ്വരാ, നിന്നെ വാഴ്ത്തിടുന്നു. സർവേശ്വരാ, നിന്നെ വാഴ്ത്തിടുന്നു. മാനത്തു മിന്നുന്ന താരങ്ങളും വെള്ളത്തിൽ നീന്തുന്ന മത്സ്യങ്ങളും മുറ്റത്തു പൂക്കുന്ന പൂമുല്ലയും സർവേശ്വരാ, നിന്നെ വാഴ്ത്തിടുന്നു. സർവേശ്വരാ, സർവേശ്വരാ, നിന്നെ വാഴ്ത്തിടുന്നു. ഞങ്ങളിന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയം ഭാര്യയുടെയും പ്രതീക്ഷ, ഭർത്താവിൻ്റെ പ്രതീക്ഷ, ഈ വിഷയങ്ങളാണ്. ഇത് എൻ്റെ ഭാര്യ മഹാരാജാസ് കോളേജിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ മെർലിമോൾ ജോസഫ്. ഇദ്ദേഹം എൻ്റെ ഭർത്താവാണ്. പേര് ഡോക്ടർ ജോബ് ചക്കാലക്കൽ. ഇദ്ദേഹം സെൻറ് പോൾസ് കോളേജിൽ മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ഹെഡായിരുന്നു. അപ്പോൾ ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ച് ആദ്യം അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. കണ്ണദാസൻ തമിഴിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആപ്തവാക്യമുണ്ട്. കാതലിച്ചതിനെ കിടക്കാതെ കിടച്ചതിനെ കാതലിക്ക മുടിയാതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് വാസ്തവത്തിൽ എല്ലാ കുടുംബങ്ങളുടെയും പ്രശ്നം. കാതലിച്ചതിനെ കിടക്കാതെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എനിക്ക് ചെറുപ്പം മുതലുള്ള ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുസ്മിത സെന്നെ കല്യാണം കഴിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷെ കാര്യങ്ങൾ ഏകദേശം ഒരു 50% ശരിയായതാണ്. പിന്നെ കുഴപ്പമെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരത്തേക്ക് യാതൊരു താല്പര്യം ഇല്ലാത്തതുണ്ടായിരുന്നില്ല. ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിയണം. അപ്പോൾ ഓരോരുത്തരുടെ സ്വപ്നങ്ങളിലുള്ള ഒരു പെൺകുട്ടിയെ ജീവിതത്തിൽ കിട്ടണമെന്നില്ല. ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടിയെ പരിപൂർണമായിട്ട് സ്നേഹിക്കാനായിട്ട് കഴിയണം. കാതലിച്ചതിനെ കിടച്ചതിനെ കാതലിക്ക മുടിയാതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കത്തോലിക്ക സഭ യാതൊരു കാരണവശാലും അനുവദിക്കില്ല. 2000 വർഷങ്ങളായിട്ട് ആ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച, മറ്റെല്ലാ മതങ്ങളിലും അതിനൊരു വിട്ടുവീഴ്ച ഉണ്ടെങ്കിലും കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രമാണത്തിന് യാതൊരു വ്യത്യാസവും ഇല്ലാതെ തുടരുന്ന എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഈ വിവാഹത്തിന് മുൻപ് നിങ്ങൾക്ക് രണ്ടാമത് പോയി കാണാം, ഒന്നുകൂടി ആലോചിക്കാം, അല്പം കൂടി മാറ്റിവെക്കാം.
പക്ഷെ വിവാഹത്തിന് ശേഷം യാതൊരു കാരണവശാലും ചിന്തിക്കരുത് ആ മറ്റേ മൂന്നാം കൊണ്ടുവന്ന കാര്യമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആദ്യത്തെ ലൈനായിരുന്നെങ്കിൽ, അങ്ങനെയുള്ള യാതൊരു കാര്യവും ചിന്തിക്കാനായിട്ട് പാടില്ല. വിവാഹത്തിന് ശേഷം ചിന്തിക്കേണ്ട ഒരേ ഒരു ചിന്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എൻ്റെ ജീവിത വിജയത്തിന് ദൈവം തെരഞ്ഞെടുത്ത് തന്ന സമ്മാനമായിട്ട് അടുത്തയാളെ കാണും. യാതൊരു കാരണവശാലും കലപ്പയിൽ കൈവച്ചതിന് ശേഷം പിന്നീട് ഒരു കാരണവശാലും മറിച്ച് ചിന്തിക്കാനായിട്ട് പാടില്ല, വേറെ ചിന്തകൾ വരാനായിട്ട് പാടില്ല. ജീവിതം എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡെഡിക്കേഷനാണ്. വിവാഹ ജീവിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തയാൾക്ക് വേണ്ടിയുള്ള ഒരു ഡെഡിക്കേഷനാണ്. അപ്പൊ ആ ഡെഡിക്കേഷൻ മുന്നിൽ കണ്ടിട്ട് വേണം നിങ്ങൾ ഈ വിവാഹ ജീവിതത്തിലേക്ക് ഏർപ്പെടാനായിട്ട്. ഇപ്പൊ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഞാൻ 40 വയസ്സ് വരെ പെണ്ണ് കണ്ടു നടന്നു. എന്താ കാര്യം? അതായത് ഭൂമിയിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിട്ടാണ്. അവസാനം എന്ത് സംഭവിച്ചു? 40ാമത്തെ വയസ്സിൽ പുള്ളിക്ക് ഏറ്റവും മോശമായിട്ടുള്ള സ്വപ്നങ്ങളിലൊന്നുമുള്ള പെൺകുട്ടിയല്ല കിട്ടിയത്. എല്ലാം തകർന്നു പോയ ഒരു സ്വപ്നമായിട്ട് അത് അവസാനിപ്പിച്ചു. അങ്ങനെ ആ രീതിയിൽ നമ്മൾ ജീവിതം മുഴുവനും ഇങ്ങനെ എല്ലാ സ്ഥലത്തും അവലോസുണ്ടെന്ന് ചായ കുടിച്ച് അങ്ങനെ നടക്കുന്ന ഒരു ജീവിതമായിരിക്കരുത്. നമ്മളുടെ മനസ്സെന്തു പറയുന്നു എന്ന് നിങ്ങൾ നോക്കണം. നമ്മുടെ മനസ്സിന് യോജിക്കുന്നതാണ്, നമ്മുടെ കുടുംബത്തിന് യോജിക്കുന്നതാണ്. എൻ്റെ സങ്കല്പങ്ങൾ ഏകദേശം ശരിയാണ്. പെർഫെക്ഷൻ ഉള്ള ഒരു കുട്ടിയെ ഒരു കാരണവശാലും കിട്ടണമെന്നില്ല. പിന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാഷണൽ ജോഗ്രഫിക് എന്ന് പറഞ്ഞ മാഗസീനിൽ ഒരു ലേഖനം വന്നിട്ടുണ്ടായിരുന്നു ഇരട്ടകളെ പറ്റി. അപ്പൊ അതിൻ്റെ അകത്ത് 150ഓളം ചിത്രങ്ങൾ ഇരട്ടകളുടെ കാണിച്ചിട്ടുണ്ട്. അതായത് പെർഫെക്റ്റ്ലി ഒരുപോലെ ഇരിക്കുന്നത്. മുഖം വെച്ച് നോക്കാൻ നേരത്തെ എല്ലാവരുടെയും മുഖങ്ങൾ ഒരേപോലെ, യാതൊരു വ്യത്യാസമില്ലാത്ത മുഖങ്ങളാണ് അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ആ ലേഖനം വായിച്ചു കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, അവര് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് സ്വഭാവത്തിന്റെ കാര്യത്തിൽ. രണ്ടുപേരും മുഖം ഒരുമിച്ചാണ്. ഇരട്ടകളൊക്കെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാവരും മുഖം ഒരുമിച്ചാണ്, പക്ഷെ ഒരുപോലെയാണ്. പക്ഷെ അവരുടെ സ്വഭാവങ്ങൾ വളരെ വ്യത്യസ്തം. ഒരാൾക്ക് വെജാണ് ഇഷ്ടം, ഒരാൾക്ക് നോൺ വെജാണ് ഇഷ്ടം. ഒരാൾ വളരെ ഫാസ്റ്റാണ്, ഒരാൾ വളരെ സ്ലോ ആണ്. ഒരാൾ പഠിക്കാൻ മിടുക്കിയാണ്, ഒരാൾക്ക് പഠിക്കാനായിട്ട് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. അങ്ങനെ വളരെ, അപ്പൊ ഒരേ ഗർഭപാത്രത്തിൽ ഒരേ സമയം ഒരേ മാതാപിതാക്കൾക്ക് ജനിച്ച 2 പേര് വ്യത്യസ്തരാണെങ്കിൽ, നിങ്ങൾ രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് 2 കുടുംബങ്ങളിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ള പാരൻസിന് ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം പ്രശ്നങ്ങളിൽ അവർ വ്യത്യസ്തരായിരിക്കും. പക്ഷെ ആ വ്യത്യാസം ഒരിക്കലും നിങ്ങളെ അകറ്റാനായിട്ടല്ല, അത് സ്നേഹത്തിന്റെ ആഴം അളക്കുന്ന ഒരു ഉപാധിയായിട്ട് മാറണം, ഒരു അളവുകോലായിട്ട് മാറ്റണം നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ ഞാൻ ഓർക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 2 പേരും ഒരിക്കലും വന്നു, സാറേ ഞങ്ങൾ കല്യാണം കഴിക്കണം. അപ്പൊ കല്യാണം കഴിക്കണം, ഞാൻ നല്ല കാര്യം, സാറേ ഒരു സംശയം ചോദിക്കണം, ഇതെനിക്ക് ചേരുവാന്ന് ചോദിച്ചു. ചെറുക്കൻ എൻ്റെ അടുത്ത് ചോദിക്കണം, സാറേ ഇവള് എനിക്ക് ചേരുവാന്ന് ചോദിച്ചു. അതായത് ജീവിതത്തിൽ ഏറ്റവും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണത്. ഇത് എനിക്ക് ചേരുവാന്ന് ചോദിച്ചു. ഞങ്ങളുടെ ജീവിതം സക്സസ്ഫുൾ ആവുകയാണ്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറുക്കൻ ഇത്രയും ഹൈറ്റ് ഉണ്ട്, പെൺകുട്ടിക്കാണെങ്കിൽ വളരെ ഹൈറ്റ് കുറവാണ്. അപ്പൊ ഞാൻ ചെറുക്കനോട് ചോദിച്ചു, തൻ്റെ തീരുമാനം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഞാൻ ഏത് വീട്ടിൽ ചെന്നാലും എൻ്റെ തലമുണ്ട്, ഞാൻ ഏത് ബസ്സിൽ കയറിയാലും എനിക്ക് നേരെ നിൽക്കാൻ പറ്റില്ല, ഞാനൊരു 110 ഡിഗ്രിയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. ഞാൻ ബസ്സിൽ കയറിയിരുന്നെങ്കിൽ എനിക്ക് സീറ്റ് കിട്ടിയാൽ ഇരിക്കാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു, സീറ്റ് കിട്ടിയാൽ എന്താ കുഴപ്പം? സാറേ ഈ കാലെന്ന് പറഞ്ഞ സാധനം എൻ്റെ കാലിന് നല്ല നീളമായതുകൊണ്ട്, ഇത് പച്ചക്കുതിരുടെ പോലെ ഇരിക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും എനിക്കിത് സീറ്റിൻ്റെ ഇടയിൽ ഒടിച്ച് മടക്കി കയറ്റാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും ബാക്കിൽ സീറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഉയരം കുറഞ്ഞവരെ കാണാനായിട്ട് വലിയ അത്ഭുതമാണെന്ന് പറഞ്ഞു. ഉയരം കുറഞ്ഞവരെ കാണാൻ വലിയ ഇഷ്ടവുമാണ്, അത്ഭുതവുമാണെന്ന് പറഞ്ഞു. അപ്പൊ പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചു, എന്താണ് മോളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഇവളെ അടുത്ത് പറഞ്ഞു, സാറേ എനിക്ക് ഈ ഉയരക്കുറവുള്ളതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ ബുദ്ധിമുട്ട്? ഏതെങ്കിലും വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കോളിംഗ് ബെൽ അടിക്കാനായിട്ടൊന്നും കൈ എത്തൂല്ല. പിന്നെ ബസ്സിൽ കയറിയിരുന്നെങ്കിൽ നേരെ നിൽക്കാനായിട്ട് ഹാൻഡിലെ സ്റ്റീലയിൽ പിടിച്ച് നിൽക്കാനായിട്ടുള്ള കൈ എത്തൂല്ല. ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ എനിക്ക് ഉയരമുള്ളവരെ കാണാൻ നേരത്ത് വലിയ ബുർജ് ഖലീഫയൊക്കെ കാണുന്ന പോലെ ഇരിക്കും. ഉയരമുള്ളവരെ കാണാൻ നേരത്ത് വലിയ അത്ഭുതവും ഇതൊക്കെ. അപ്പൊ ഈ അത്ഭുതം, 2 പേരുടെയും അത്ഭുതങ്ങൾ തമ്മിൽ ചേരുന്നുണ്ട്. ഒരാളുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഉയരം കുറവായിരിക്കും, ഒരാളുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഉയരം കൂടുതലായിരിക്കണം. അപ്പൊ ഇത് രണ്ടും വ്യത്യസ്തരാണ്. അപ്പൊ ഇവര് വ്യത്യസ്തരാണ്, ശാരീരികമായിട്ട് വ്യത്യസ്തരാണെങ്കിലും മനസ്സുകൊണ്ട് ഇവർ ഒരുമിച്ചാണ്.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെ. എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ടെങ്കിലും ആ വ്യത്യാസത്തെ സ്നേഹിക്കാനായിട്ട് കഴിയണം. ഒരിക്കലും രണ്ടുപേരോട് വന്നപ്പോൾ ഒരു പെൺകുട്ടിയുടെ കൈ ഒരെണ്ണം തളർന്ന, ഇടത് കൈയാണ്, അതെ ഇന്ന് ഞാൻ ഓർക്കുന്നു, ഇടത് കൈ തളർന്നതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ആ പെൺകുട്ടിക്ക് ആ ഒരു ഡിഫക്റ്റ് ഉണ്ടല്ലോ, തനിക്ക് ഡിഫക്റ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ആ ചെറുക്കൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് ആ കൈയാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു സംഭവമാണ്, ആ കൈയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, കുടുംബപരമായിട്ട്, എല്ലാ വിദ്യാഭ്യാസപരമായിട്ട്, എല്ലാ അർത്ഥത്തിലും വളരെയധികം വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷെ ആ വ്യത്യാസങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഭാവിക്ക് വേണ്ടിയാണ്, നമ്മളുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഒരുമിക്കണേ. ആ ഒരു സാഹചര്യത്തിൽ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈശ്വരന് പരിപൂർണമായിട്ട് അർപ്പിച്ചുകൊണ്ട് ഒരു ജീവിതം തുടങ്ങാനായിട്ട് ആരംഭിക്കണം. ഇപ്പോൾ വൈഫ് അതിനെക്കുറിച്ച് സംസാരിക്കും, ഭാര്യയുടെ പ്രതീക്ഷകൾ എന്താണെന്ന് സംസാരിക്കും. നാം ഇപ്പോൾ കേട്ടതുപോലെ വിവാഹം എന്നത് രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരു നിശ്ചിത ദിവസം മുതൽ ഒരുമിച്ച് ജീവിതം ആരംഭിക്കുന്നു. നമ്മുടെയൊക്കെ രീതി അനുസരിച്ചിട്ടാണെങ്കിൽ വിവാഹത്തിന് ശേഷം ഭാര്യയെ ഭർതൃഗൃഹത്തിലേക്ക് കൊണ്ടുപോരും. ഒരു 90% കേസിലും അങ്ങനെയാ സംഭവിക്കാം. രണ്ടുപേർക്ക് ഒത്തിരി സന്തോഷം നൽകുന്നതാണ് വിവാഹം എന്നത്. ഭർത്താവിനാണെങ്കിൽ തന്റെ ഇണയായി തുണയായി ഭാര്യയെ ലഭിക്കുന്നു, ഭാര്യയ്ക്കും അതുപോലെ തന്നെ തന്റെ സംരക്ഷകനായി എല്ലാമായി ഭർത്താവിനെ ലഭിക്കുന്നു. അപ്പൊ രണ്ടുപേർക്കും വിവാഹത്തിലൂടെ ഒത്തിരി സന്തോഷം ലഭിക്കുന്നുണ്ട്. എങ്കിലും വിവാഹത്തിലൂടെ അല്പമെങ്കിലും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് ആരാണ് എന്നൊരു ചോദ്യം ഉയർന്നാൽ പലവിധത്തിലുള്ള മറുപടി നമുക്ക് ലഭിക്കാറുണ്ട്. എങ്കിലും ഒരു മെജോറിറ്റി അഭിപ്രായം ഒരു വിവാഹത്തിലൂടെ അല്പമെങ്കിലും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് ഓരോ ഭർത്താവുമായിരിക്കും എന്നുള്ളതാണ്. ഒരു പ്രധാന കാരണം ഇക്കൂട്ടർ പറയുന്നത്, ഒരു വിവാഹത്തിലൂടെ ഒരു ഭർത്താവിന് യാതൊന്നും നഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് അവരുടെ മാതാപിതാക്കളുടെ കൂടെ, അവരുടെ സഹോദരങ്ങളുടെ കൂടെ അവരുടെ കാര്യങ്ങൾ നോക്കാൻ, ഭർത്താവിന്റെ കാര്യം നോക്കാൻ ഭാര്യ വരികയാണ്. എന്നാൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തോടെ അവൾക്ക് പലതും ത്യജിക്കേണ്ടതായി വരും. ജനിച്ചപ്പോൾ മുതൽ വിവാഹം വരെ എല്ലാ കാര്യങ്ങളിലും അവളുടെ കൂടെ ഉണ്ടായിരുന്ന മാതാപിതാക്കള്, ജനിച്ചു വളർന്ന വീട്, നാട് ഇതൊക്കെ വിട്ടിട്ട് ഭർത്താവിന്റെ വീട്ടിലെ സാഹചര്യവുമായി ഇണങ്ങേണ്ടതായി വരുന്നു. ചുരുക്കി പറഞ്ഞാൽ എല്ലാം ഒത്തിണങ്ങിയ ഒരു സാഹചര്യത്തിൽ വളർന്നിരുന്ന ഒരു ചെടിയെ നമ്മൾ പറിച്ചിട്ട് തികച്ചും അപരിചിതമായ ഒരു അന്തരീക്ഷത്തിൽ കൊണ്ടുപോയി നട്ടാൽ എന്തായിരിക്കും ചെടിയുടെ അവസ്ഥ? ഏതാണ്ട് ആ അവസ്ഥയൊക്കെ തന്നെയാണ് വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലെത്തുന്ന ഒരു പെൺകുട്ടിക്ക് ആദ്യകാലങ്ങളിൽ ഉണ്ടാവുക. അതായത് ആ പുതിയ സാഹചര്യത്തിൽ ഇനി വേര് ഉന്നിട്ട് വേണം. അപ്പോൾ ഇവിടെ ആർക്ക് കൂടുതൽ സന്തോഷം ലഭിക്കുന്നു അതിന് വലിയ പ്രസക്തിയൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് വരുന്നേ ഉള്ളൂ. അതായത് ഈ ഭർത്താവുമായിട്ട് തന്നെ വളരെ കുറച്ച് സമയത്തെ പരിചയമേ ഉള്ളൂ എങ്കിൽ കൂടിയും വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലെത്തുന്ന ഒരു പെൺകുട്ടി ഓരോ നിസ്സാര കാര്യത്തിനും ആശ്രയിക്കുന്നത് ഈ ഭർത്താവിനെ ആയിരിക്കും. അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ കഴിവതും നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെ ആയിരിക്കാൻ ശ്രമിക്കണം. കാരണം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പുതിയ വീട്, പുതിയ ആളുകൾ, പുതിയ സാഹചര്യം, ശരിക്കും പറഞ്ഞാൽ മെന്റലി അവരൊരു വല്ലാത്ത സിറ്റുവേഷനിലായിരിക്കും. അപ്പൊ നല്ലൊരു സപ്പോർട്ട് കൊടുക്കേണ്ടത് ഓരോ ഭർത്താവുമാണ്. ഈ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ രണ്ടുപേർക്കും പ്രത്യേകിച്ച് വലിയ ഉത്തരവാദിത്വമൊന്നും ഉണ്ടാവില്ല. മണവാട്ടിക്കാണെങ്കിൽ ബഹുസുഖമാണ്, ഭക്ഷണം കഴിച്ച പാത്രം പോലും കഴുകണ്ട എന്നുള്ളതാണ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ. അത് കഴിയുമ്പോൾ അതൊക്കെ മാറും. അപ്പോ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ കുറേ ദിവസങ്ങളിലുള്ള ഒരു പ്രധാന ജോലി എന്തായിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ പാരന്റ്സ് ഒക്കെ അടുത്ത വീടുകളിലും അതുപോലെ റിലേറ്റീവ്സിന്റെ വീടുകളിലൊക്കെ പറഞ്ഞയക്കും. അവരെ അങ്കിൾമാരൊക്കെ ആന്റിമാരെയൊക്കെ പോയി കണ്ടുവരിക എന്നൊക്കെ. അപ്പോൾ അവർക്ക് മാത്രമായിട്ട് ചെലവഴിക്കാൻ ഒത്തിരി സമയം കിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് ഈ സമയം നിങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം. അതായത് ഈ സമയത്തൊക്കെ നിങ്ങൾ മാത്രമായിരിക്കുന്ന ആ സമയത്ത് നിങ്ങളുടെ വീട്ടിലുള്ളവരെ കുറിച്ച് നല്ലൊരു പരിചയപ്പെടുത്തൽ നടത്തുക. വീട്ടിലുള്ളവരെ, അപ്പോൾ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, അവിടുത്തെ രീതികളെ കുറിച്ചും ചിട്ടകളെ കുറിച്ചും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് വരുന്ന പെൺകുട്ടിക്ക് വളരെ തുടക്കം മുതൽ തന്നെ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇപ്പോ കാലങ്ങളൊക്കെ ഒത്തിരി മാറി അല്ലെ, കല്യാണം കഴിയണവരെ നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഫോണിലൂടെ സംസാരിക്കാം, കണ്ട് സംസാരിക്കാം, ഒത്തിരി അവസരങ്ങളുണ്ട്. അപ്പൊ ഈ അവസരങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത്, എനിക്ക് ആൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ നല്ല രീതിയിൽ വീട്ടിലുള്ളവരെ കുറിച്ചുള്ള അവിടുത്തെ രീതിയെ കുറിച്ചുള്ള ഒരു ധാരണ പെൺകുട്ടിക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അവർക്കും ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കും. ഇനി ഞാൻ പരിചയപ്പെടുത്തുന്ന കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ആദ്യം പരിചയപ്പെടുത്തേണ്ടത് അമ്മയെ തന്നെയാണ്. കാരണം പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ അമ്മായിയമ്മയും മരുമകളുമായിട്ടാണ്. ഇപ്പൊ കാലമൊക്കെ ഒത്തിരി മാറി എന്ന് ഞാൻ പറഞ്ഞു. പെൺകുട്ടികളാണെങ്കിലും എഡ്യൂക്കേറ്റഡ് ഒക്കെ ആണെങ്കിലും വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലെത്തുന്ന ഒരു പെൺകുട്ടിക്ക് കൂടുതൽ സമയം ഇടപെടേണ്ടി വരുന്നത് ഈ അമ്മയുടെ കൂടെയാണ്. അപ്പൊ അമ്മയെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തണം. എന്തെങ്കിലും പ്രത്യേക ചിട്ടകളോ ശീലങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ
ജനിച്ച അന്ന് മുതൽ അമ്മയുടെ കൂടെ ആയിരിക്കും, നിങ്ങൾക്ക് അതൊക്കെ കൃത്യമായിട്ട് അറിയാമായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ പെൺകുട്ടിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ എൻ്റെ അനുഭവം കൂടെ വെച്ചിട്ടാണ് പറയുന്നത്. എന്നോട് അദ്ദേഹം വിവാഹം കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ഷെയർ ചെയ്ത ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. അദ്ദേഹം അന്ന് അമ്മയെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ പറഞ്ഞതാണ്, അമ്മ ഒത്തിരി ഒരു അധ്വാനിയായിട്ടുള്ള ഒരു അമ്മയായിരുന്നു. ആ വീട്ടിലെ ഏറ്റവും ആദ്യം എഴുന്നേൽക്കുന്നത് അമ്മയാണ്, ഏറ്റവും അവസാനം ഉറങ്ങാൻ പോകുന്നത് അമ്മയാണ്. ആ കുടുംബത്തിന് വേണ്ടി ഫുൾ ടൈം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കും, യാതൊരു പരാതിയില്ലാതെ. അപ്പോൾ അതിനിടയ്ക്ക് അദ്ദേഹം ഷെയർ ചെയ്ത ഒരു കാര്യം അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തെ കുറിച്ചാണ്. അതായത് ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സ്ത്രീകളെ അമ്മയ്ക്ക് കാണുന്നതേ ഇഷ്ടമല്ല. അത് കേട്ടപ്പോൾ ഞാനൊന്നും ഞെട്ടി. കാരണം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ശീലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച എന്നുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ ബാക്കി ദിവസങ്ങളിലൊക്കെ എല്ലാവരും പല പല പരിപാടികളായിട്ട് എൻഗേജ്ഡ് ആയിരിക്കും. ഞായറാഴ്ച ഉച്ച ഊണൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പൊ ഞാൻ ചെയ്യുമായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറെ ഇഷ്ടമുള്ള പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കാനായിട്ട് എൻ്റെ റൂമിലേക്ക് പോയി വായിച്ച് കുറെ സമയം ഇവിടെ കിടന്ന് ഉറങ്ങും. നല്ലൊരു ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ ഇദ്ദേഹം ഇത് പറഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, ഇനി ആ ഒരു രീതി മാറ്റിയേ പറ്റൂ. കാരണം അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അവിടെ ചെന്നിട്ട് ഞാനത് തുടരുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ നമ്മളെ കുറിച്ച് മറ്റൊരാൾ മോശം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബോധപൂർവ്വം എൻ്റെ ആ ഉറക്കത്തെ ഒന്ന് നിയന്ത്രിച്ചു. ഞായറാഴ്ച നമുക്ക് അത് എന്നുള്ള ഒരു പ്രേരണ വരുമല്ലോ, കുറെ കാലത്ത് ശീലമാണല്ലോ. പക്ഷെ ഞാനത് നിയന്ത്രിച്ചു, ഞാൻ ഉറങ്ങാനേ പോയില്ല. സാവധാനത്തിൽ ആ അമ്മയുമായിട്ട് ഞങ്ങൾ ഭയങ്കര കൂട്ടായി. അപ്പൊ ഞാൻ തന്നെ അമ്മയോട് ചോദിക്കുമായിരുന്നു, ഞാൻ കുറച്ച് സമയം റെസ്റ്റ് ചെയ്തിട്ട് വരട്ടെ. വളരെ സന്തോഷത്തോടുകൂടി അമ്മ സമ്മതിക്കുമായിരുന്നുള്ളതാണ്. അപ്പോൾ കുറെ കാലമൊക്കെ വീണ്ടും അത് തുടരാനായിട്ട് സാധിച്ചു എന്നുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ വീടെന്താന്ന് മനസ്സിലാക്കുക, അവിടുത്തെ രീതികൾ ശീലങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാവണം. അപ്പോൾ പൊതുവെ പെൺകുട്ടികൾക്ക് ഇതിനൊക്കെ ഒരു കപ്പാസിറ്റി കൂടുതലാണെന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്, ആൺകുട്ടികളെ അപേക്ഷിച്ച് പുതിയ സാഹചര്യവുമായിട്ട് ഇണങ്ങാനായിട്ടും മറ്റും. അപ്പോൾ അത് പെൺകുട്ടികൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇനി അതുപോലെ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഞാൻ ഒരു പെൺകുട്ടി ഭർത്താവിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നതെങ്കിലും അവരിങ്ങനെയുള്ള 1-2 പോയിന്റുകൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നതാണ്. അതായത് പെൺകുട്ടികൾ ഇനി വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് അമ്മായി അച്ഛൻ അല്ലെങ്കിൽ അമ്മായിയമ്മ എന്നൊരു വേർതിരിവ് ഒരിക്കലും വരാൻ പാടില്ല. അവർ ചിന്തിക്കേണ്ടത് സ്വന്തം അച്ഛൻ അല്ലെങ്കിൽ സ്വന്തം അമ്മ എന്ന് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചാൽ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഓരോ പെൺകുട്ടിയെയും അവരുടെ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവന്നിരിക്കുക. അതുപോലെ തന്നെയാണ് ഭർത്താവാകാൻ പോകുന്ന വ്യക്തിയെയും ഭർത്താവിന്റെ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവന്നിരിക്കുക. അപ്പൊ അതൊക്കെ കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു പെൺകുട്ടി ഒരിക്കലും ചിന്തിക്കരുത് അതൊക്കെ കഴിഞ്ഞ കാലം, ഇനി ഇവിടെ ഞാൻ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണം. ഇത്തരത്തിലുള്ള ദുർവാശിയൊന്നും ഒരു പെൺകുട്ടി എടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതൊരു സ്വർഗം പോലെ കഴിയുന്ന ഒരു വീടാണ് അല്ലെ, അച്ഛൻ അമ്മ മക്കൾ. അവിടെ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ചെന്ന് കയറുമ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. അപ്പോൾ മാക്സിമം ആ സന്തോഷവും സമാധാനവും സൂക്ഷിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി പെൺകുട്ടിയിൽ ഉണ്ടെങ്കിൽ അവിടെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ കയറി വരുന്ന പെൺകുട്ടിക്ക് അത് സ്വന്തം മകളാണ് എന്നുള്ള ഒരു തോന്നൽ വരാനുള്ള ഒരു അതുപോലെയുള്ള പ്രവർത്തനം ഭർത്താവിന്റെ ഭാഗത്തു നിന്നും ആ വീട്ടുകാരിൽ നിന്നും ഉണ്ടാവുകയാണെങ്കിൽ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, അവൾ ശ്രദ്ധിക്കേണ്ടത്, ബൈബിളിൽ പോലും പറയുന്നത് ഇതാണ്, നിങ്ങളുടെ മാതാപിതാക്കളുടെ അനുഗ്രഹവും ആശീർവാദവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിന്റെ അടിത്തറ പോലും കെട്ടുറപ്പുള്ളതായി കഴിഞ്ഞു എന്നാണ് ബൈബിളിലുള്ള ഒരു മഹത്തായ വാക്യമാണത്. അപ്പോൾ ഉടനെ അടുത്ത ചോദ്യം, ആരാണ് നിന്റെ മാതാപിതാക്കൾ? ജന്മം തന്ന് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ കുറിച്ച് ആർക്കും ഒരു പ്രശ്നം, ഒരു സംശയം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു പെൺകുട്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ബൈബിളിൽ തോബിത്ത് 10-12 ബൈബിൾ ഭാഗം ഒന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. വിവാഹിതയാകാൻ പോകുന്ന സാറായോട് വിവാഹത്തിന്റെ അന്ന് അവളുടെ മാതാപിതാക്കൾ ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു ഭാഗമാണ്. വർഷങ്ങൾക്ക് മുമ്പ് അത് എഴുതപ്പെട്ടിരിക്കുന്നു. അവളോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്നറിയോ? ഇന്ന് മുതൽ, വിവാഹത്തിന്റെ അന്ന് മുതൽ നീ നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരാണ് ഇന്നു മുതൽ നിന്റെ മാതാപിതാക്കൾ. കണ്ടോ, എത്രയോ നല്ലൊരു വാക്യമാണത്. എത്ര പെൺകുട്ടികൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിക്കണം എന്നല്ല അതിനർത്ഥം. പക്ഷേ നിന്റെ റെസ്പോൺസിബിലിറ്റി ഭർത്താവിന്റെ മാതാപിതാക്കളെ പരിചരിക്കുന്നവരാണ്. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവരെ നോക്കണം. അവരുടെ ഒരു തുള്ളി കണ്ണുനീര് നിങ്ങളുടെ കുടുംബത്തിൽ വീഴാൻ ഇട കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിന് കണക്ക് പറയേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷെ ഒന്നപ്പോൾ ചിന്തിക്കുക, ആ സ്ഥലത്ത് എൻ്റെ അച്ഛനും അമ്മയും ആയിരുന്നെങ്കിലും ഞാൻ എങ്ങനെ പെരുമാറുമായിരുന്നു. പിന്നെ ചിന്തിക്കുന്നത് നല്ലതാണ്, നാം എന്ത് കാണിക്കുന്നു അത് തന്നെയാണ് നമ്മളെയും കാത്തിരിക്കുന്നത് എന്നുള്ളത് അല്ലെ. നമ്മൾ എങ്ങനെ പെരുമാറുന്നു, നമുക്കും ഇതേ ഒരു റോള് നമ്മുടെ ലൈഫിൽ വരും. നാം എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് നമ്മളെയും കാത്തിരിക്കുന്നത് എന്നൊരു തോന്നലുണ്ടായാൽ വളരെ നല്ല രീതിയിൽ
നിങ്ങൾക്ക് അവരുമായിട്ട് ഇടപെടാനായിട്ട് സാധിക്കും. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹങ്ങൾ വന്നു ചേരാനുള്ള ഒരു എളുപ്പ വഴി എന്താണെന്നറിയാം? കാരണന്മാരെ നോക്കുക. പണ്ടത്തെ ഭാഷയിൽ പറഞ്ഞ കാരണന്മാരെ നോക്കുക. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ അവരെ സംരക്ഷിച്ചാൽ നിങ്ങളുടെ കുടുംബം യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. ഞാനിതിൻ്റെ ഒരു അനുഭവം കൂടി വെച്ച് ഷെയർ ചെയ്യുവാണ്. കാരണം ഞങ്ങൾക്ക് വരാപ്പുഴയാണ് ഞങ്ങളുടെ ഒരു സ്ഥലം. ഹസ്ബൻഡിന്റെ കൂടെ തറവാട്ടിൽ അവര് 6 ബ്രദേഴ്സാണ്. ഇളയ മകന്റെ കൂടെ ആയിരുന്നു അമ്മ. അപ്പൊ ഞങ്ങൾ ജോലി സംബന്ധമായ സൗകര്യത്തിന് വേണ്ടി എറണാകുളത്തേക്ക് താമസം മാറ്റിയപ്പോൾ അമ്മ ഞങ്ങളുടെ കൂടെ പോയിരുന്നു എന്ന് ചോദിച്ചു. എന്താണെന്നറിയില്ല, അമ്മ ഞങ്ങളുടെ കൂടെ വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അമ്മ കുടുംബത്തിലേക്ക് കാലെടുത്ത് വെച്ച ആ ഒരു ദിവസം, അതിനുശേഷമാണ് ഈശ്വരൻ ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് 2 പേർക്കും നല്ല ജോലി തന്നു, നല്ല കുഞ്ഞുമക്കളെ തന്നു, വീട് തന്നു, വാഹനം, എല്ലാ സൗകര്യങ്ങളും. അപ്പൊ ഞാനത് മനസ്സിലാക്കുന്നത് ആ ഒരു നമ്മളുടെ പാരൻസിന്റെ ആ ഒരു അനുഗ്രഹമാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ പ്രവൃത്തിയിൽ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ ഒരു അനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു, അതായത് ഓരോ ഭർത്താവ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കുന്നത് പെൺകുട്ടികൾ മാത്രമുള്ള ഒരു വീട്ടിൽ നിന്നാണെന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ നിന്ന് ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, രണ്ട് പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞു കഴിയുമ്പോൾ അവിടെ പാരൻസിന്, അവിടെ വേറൊരു ആൺമകനില്ല അല്ലെ, മറ്റ് പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അവരെ നോക്കാൻ വേണ്ടിയിട്ട് നിർത്താൻ അവിടെ വേറൊരു ആൺമകനില്ല. അപ്പൊ ആ പാരൻസിന് ആരും ഇല്ലാത്തൊരവസ്ഥ വരുന്നുണ്ട് പെൺകുട്ടികളുടെ വിവാഹം കഴിഞ്ഞു കഴിയുമ്പോൾ. ഇൻ കേസ് ഓരോ ഭർത്താവിലേക്കും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആ ഒരു ഉത്തരവാദിത്വം വരികയാണെങ്കിൽ അതൊരു ഭാരമായിട്ട് കാണാതിരിക്കുക. അവരെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങളിൽ വരികയാണെങ്കിൽ അതൊരു അനുഗ്രഹമായിട്ട് മാറും. നിങ്ങൾ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കണമെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കാതിരിക്കും. ഞാൻ ഒരു ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കാൻ നേരത്ത് ഏറ്റവും ബാക്കിലിരുന്ന് 100-ലധികം കുട്ടികളുള്ള ഒരു ബാച്ചിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ബാക്കിലിരുന്നിട്ട് ഒരു പെൺകുട്ടി ഇരുന്നിട്ട് മൊബൈൽ കളിച്ചോണ്ടിരുന്നു. ആദ്യത്തെ 10 മിനിറ്റ് എനിക്ക് ദേഷ്യം കയറിക്കൊണ്ടിരുന്നു. ആ കുട്ടി ശ്രദ്ധിക്കുന്നില്ല. 10 മിനിറ്റിന് ശേഷം കുറേശ്ശെ ആ കുട്ടി ശ്രദ്ധിക്കാൻ തുടങ്ങി. അവസാനമായി കഴിഞ്ഞപ്പോൾ കുറെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് എഴുന്നേറ്റു. ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഒന്ന് സംസാരിക്കണമെന്ന്. അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചു, തുടക്കത്തിൽ എന്താ ക്ലാസ് ശ്രദ്ധിക്കാതിരുന്നെന്ന് ചോദിച്ചു. തുടക്കത്തിൽ, കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞു സാറേ, ഇത് പ്രീ മാരിറ്റൽ അല്ലേ, അത് പ്രീ ക്യാന അല്ലേ, അപ്പൊ നിങ്ങളൊക്കെ എന്ത് പറയാനായിട്ടാ, 2 വർഷം ജീവിച്ചു കഴിഞ്ഞു, കല്യാണത്തിന് മുമ്പ് എടുക്കേണ്ട ക്ലാസ് ഇപ്പൊ ഒന്ന് കേട്ടിട്ട് വലിയ കാര്യം ഉണ്ടാകും വിചാരിച്ചു. പക്ഷെ കുറച്ച് സമയം ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അവസാനം വരെ ഞാൻ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഈ കുട്ടിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ എല്ലാവരും വിവാഹത്തിന് മുൻപാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്നത്, മോൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. അപ്പൊ ഈ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഞാൻ ക്രിസ്ത്യൻ അല്ല, ഞാൻ തൃപ്പൂണിത്തുറയാണ് എൻ്റെ വീട്. അപ്പൊ ഒരു ക്രിസ്ത്യനായിട്ടുള്ള ഒരു ചെറുക്കനായിട്ട് വളരെ സ്നേഹത്തിലായി. 2 വീട്ടുകാരും ശക്തമായിട്ട് എതിർത്തു. അത് നടത്താനായിട്ട് സാധ്യതയില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ 2 പേരും കൂടി പോയി രജിസ്റ്റർ മാരേജ് കഴിച്ചു. രജിസ്റ്റർ മാരേജ് കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഫാദറും മദറും കൂടി മുകളിലോട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് 2 നില വീടായിരുന്നു. കാരണം അപ്പൊ അതുകൊണ്ട് അവര് ഫാദർ മദറും താമസം മേലേക്ക് മാറ്റി. അപ്പൊ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിരാവിലെ എഴുന്നേറ്റ് വെളുപ്പിന് എഴുന്നേറ്റ് 6 മണിക്കൂർക്ക് ജോലിക്ക് പോകണം. വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി ഉച്ചക്ക് കഴിക്കാനുള്ളതെല്ലാം പാക്ക് ചെയ്തെടുത്തിട്ട് ഇവര് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഫാദറും മദറും താഴേക്ക് വരിക. വൈകുന്നേരം വരാൻ നേരത്തെ എന്താ സംഭവിക്കണം, ജോലി കഴിഞ്ഞ് വരാൻ നേരത്തെ ഫാദറും മദറും അടുക്കളയിലുണ്ടാവും. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്, ബെഡ്റൂമിൽ കയറി വാതിലെടുക്കും. അവര് രാത്രി 9:30 എല്ലാ ഭക്ഷണമൊക്കെ കഴിച്ച് ലാവിഷായിട്ട് മേലേക്ക് പോയതിന് ശേഷം ഇവര് അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കി കിടക്കുന്ന സമയം എന്ന് പറയുമ്പോൾ രാത്രി 12 മണിയാവുമെന്ന് പറഞ്ഞു. അപ്പൊ എന്നും ഇത്. അപ്പൊ ഈ പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ നരകം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായത് ഈ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ. കാരണം ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ സംസാരിക്കാത്ത ഒരു കാരണവശാലും സംസാരിക്കില്ല. എന്നാ സംസാരിക്കും, എന്തിനു വേണ്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് വരുമ്പോൾ അതിന്റെ പകുതി മേടിക്കാനായിട്ട് ഫാദർ വന്നിട്ട് വാതിലെ തട്ടും. വാട്ടർ അതോറിറ്റിയുടെ ബില്ല് വരുമ്പോൾ, ലാൻഡ് ഫോണിന്റെ ബില്ല്, ഇതൊക്കെ വരുമ്പോൾ മേടിക്കാനായിട്ട് പകുതി മേടിക്കാനായിട്ട് ഫാദർ വന്ന് കിട്ടും. അല്ലാതെ അമ്മ ആണെങ്കിൽ ഒരിക്കലും മുഖം കാണിച്ചിട്ടില്ല. ഈ ബില്ലിന്റെ പകുതി മേടിക്കാൻ വേണ്ടി മാത്രം അച്ഛൻ വന്നിട്ട് ആ ബില്ല് കാണിക്കും, അത് കൊടുക്കും, അത് മാത്രം. 6 മാസം ആ രീതിയിൽ തുടർന്നു. 6-ാം മാസം എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് കാപ്പി തിളപ്പിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ നേരത്ത് ഒരു ഗ്ലാസ് മറിഞ്ഞുകൊണ്ട് കിട്ടി. ഈ ഇവളുടെ അമ്മായിയമ്മ എന്ന് പറയുന്ന സ്ത്രീ മേലെ ആണ് കിടന്നുറങ്ങുന്നത്. അവര് ആ 4 മണി വെളുപ്പിന് ചാടി ഇറങ്ങി ഒരു കൊടുങ്കാറ്റ് പോലെ അടുക്കളയിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു,
ഈ കുടുംബം നശിപ്പിക്കാനായിട്ട് വന്നു കയറിയവളാണ്. നീ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പൊ ഇവള് എന്താണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവള് ആ അമ്മയുടെ മുൻപിൽ മുട്ടുകുത്തി കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, അമ്മ, ഈ വീട്ടിലേക്ക് വരാനായിട്ട് ഞാൻ എൻ്റെ അച്ഛനെ ഉപേക്ഷിച്ചു, എൻ്റെ അമ്മയെ ഉപേക്ഷിച്ചു, എൻ്റെ ഏക സഹോദരനെ, ബന്ധുക്കളെ, നാട്ടുകാരെ, മതം, ജാതി, സമുദായം സർവ്വതും ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. അമ്മ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലും എനിക്ക് പെരുവഴിയിലേക്ക് ഇറങ്ങിപ്പോകേണ്ടി വരും. കാരണം എൻ്റെ മരണാനന്തര ക്രിയകൾ മുഴുവൻ ചെയ്തിട്ടാണ് അവരെന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അമ്മ എന്നെ കൈവിടരുതെന്ന് പറഞ്ഞിട്ട് ഇവര് ഈ മകള് കാലിൽ കെട്ടി വീണ് കരഞ്ഞു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു, തങ്ങളാരും ക്ഷണിക്കാതെ ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നവളെന്ന് ആ നിമിഷം വരെ ചിന്തിച്ചിരുന്ന അമ്മ ഈ പെൺകുട്ടി കാലിൽ കെട്ടി വീണ് കരയാൻ കഴിഞ്ഞപ്പോൾ ആ അമ്മയ്ക്കും സഹിച്ചില്ല. അമ്മ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മകളെ എടുത്ത് നെഞ്ചോട് ചേർത്തിട്ട് പറഞ്ഞു, ഇന്നു മുതൽ നീ എൻ്റെ മോളാണ്, നീ എൻ്റെ വയറ്റിൽ പിറന്നില്ലല്ലോ, ഇന്നു മുതൽ നീ എൻ്റെ മോളാണ്. എൻ്റെ മകൻ നിന്നെ ഉപേക്ഷിച്ചാലും നിന്നെ ഞാൻ ഒരിക്കലും കൈവിട്ടിട്ടാണ്. അവർ ഒരുപാട് സമയം കെട്ടിപ്പിടിച്ച് കയറുന്നു. ആ പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞു, സാറേ, അന്ന് മുതൽ എൻ്റെ വീട് സ്വർഗമായിട്ട് മാറിയെന്ന്. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആവി പറക്കുന്ന കാപ്പിയുമായിട്ട് കാത്തിരിക്കുന്ന അമ്മ, ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴും എന്നെ ഊഞ്ഞാലിരുത്തി ആട്ടുന്ന അമ്മയായിട്ട് അവർ മാറി. 6 മാസം ആട്ടുമായിരുന്നു, മനസ്സിലായില്ലേ? അതെല്ലാം മാറി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആ സംഭവം ഞങ്ങളെ കൊണ്ട് ഇപ്പൊ സ്വർഗത്തിലാണ് സാറേ ഞങ്ങൾ ജീവിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. ആ പറഞ്ഞ ഒരു അനുഭവമുണ്ട്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീ ഭർത്താവിന്റെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് മണി എന്ന പോലെ ആ കുടുംബത്തിൽ അലിഞ്ഞ് ചേർന്ന് ഫലം പ്രവർത്തിക്കാനായിട്ട് കഴിയും. അല്ലാതെ എൻ്റെ വീട്ടിൽ അതുണ്ട്, എൻ്റെ വീട്ടിൽ ഇതുണ്ട്, ആ രീതിയിലല്ല. അത് വേറൊരു സാഹചര്യമാണ്. ഇവിടെ വരുമ്പോഴും മറ്റൊരു സാഹചര്യം. ആ സാഹചര്യത്തിൽ വീണ് അലിഞ്ഞ് ഇല്ലാതെയാവണം. അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥനയെ പറ്റി ഒരു സെന്റൻസ് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഗുരു നിത്യചൈതന്യ യോഗി പ്രാർത്ഥനയെ പറ്റി പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിന്റെ ധന്യത മനസ്സിലാക്കാൻ ഉണർവുള്ളൊരു മനസ്സ്, ആ ഉണർവുള്ള മനസ്സിലേക്ക് ആവശ്യമായ ഊർജം വലിച്ചെടുക്കലായിരിക്കണം പ്രാർത്ഥന എന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓരോ ഭർത്താവിനോടും ഒരു റിക്വസ്റ്റ് ഉള്ളത്, കഴിവ് ഞങ്ങളെ തനിച്ചാക്കാതിരിക്കുമെന്നാണ്. സ്ത്രീകളെ, ഭാര്യമാരെ അവരൊത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ഓരോ ഭർത്താവ് കൂടുതൽ സമയം അവരുടെ കൂടെ ആയിരിക്കണം എന്നുള്ളത്. പക്ഷേ പുരുഷന്മാരുടെ രീതി എന്ന് പറഞ്ഞാൽ അല്പം ഡിഫറെന്റ് ആണല്ലേ. അവരിഷ്ടപ്പെടുന്നത് ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്നാലും ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും അവർ പുറത്തേക്ക് പോകും, കൂട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ചു അവർ വീണ്ടും തിരിച്ചു വരുന്നത് വളരെ വൈകിയായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നിട്ട് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നോക്കിയിരിക്കാൻ ഒരാൾ വീട്ടിലുണ്ട് എന്നുള്ള ഒരു ചിന്ത നിങ്ങളിലേക്ക് ഉണ്ടാവണം. അതനുസരിച്ചിട്ട് എത്രയും പെട്ടെന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് കൂടുതൽ സമയം കുടുംബത്തിലായിരിക്കാൻ ശ്രദ്ധിച്ചാൽ ആ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢതയുള്ളതായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് അവിടെ ഇവിടെ കറങ്ങി നടക്കാതെ എത്രയും പെട്ടെന്ന് തിരിച്ച് വീട്ടിലെത്താൻ ശ്രദ്ധിക്കണം. ഇത് വിവാഹം കഴിഞ്ഞിട്ടുള്ള ആ തുടക്ക സമയത്തിലൊക്കെ ഇതൊക്കെ കൃത്യമായിട്ട് എല്ലാവരും പാലിക്കും. കൃത്യമായിട്ട് അടുത്ത വണ്ടിക്കാണ് ബസ്സിനാണ് വരുന്നതെങ്കിൽ അടുത്ത വണ്ടിക്ക് തന്നെ തിരിച്ച് വീട്ടിലെത്താനൊക്കെ ശ്രദ്ധിക്കും. പക്ഷെ കുറെ കൂടെ ആയിക്കഴിയുമ്പോൾ ഇതിനൊക്കെ മാറ്റം വരുന്നു. പലരും പറയുന്നത് കേട്ടിട്ടുണ്ടോ, ഇത്ര തിരക്ക് പിടിച്ച് ഇനി വീട്ടിൽ ചെല്ലുന്ന എന്തിനാണ്, ആൺകുട്ടികൾ തമ്മിൽ സംസാരിക്കണം. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. കൂടുതൽ സമയം കുടുംബത്തിൽ ചെലവഴിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ജോലിക്ക് പോകുന്ന സ്ത്രീകളെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒത്തിരി ബേർഡൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 3 ഷിഫ്റ്റ് വർക്കാണെന്ന് പറയാം. കാലത്തെ മോർണിംഗ് തുടങ്ങി ജോലിക്ക് പോകുന്ന സമയം വരെയുള്ള ഒരു ഫസ്റ്റ് ഷിഫ്റ്റ്, വീട്ടിലുള്ള സകല ജോലികളും തീർക്കണം. പിന്നെ സെക്കൻഡ് ഷിഫ്റ്റ് ഇപ്പോൾ ജോലിക്ക് പോവുകയാണെങ്കിൽ അവിടെ 10 to 5 or 9 to 4 എന്തോ ആയിക്കോട്ടെ. തേർഡ് ഷിഫ്റ്റ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ അല്ലെ, ഭർത്താവിന് ചൂടോടെയൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയൊക്കെ കൊടുക്കണ്ടേ. അപ്പൊ ഇങ്ങനെ 3 ഷിഫ്റ്റൊക്കെ ഓടി വരുമ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യം പെട്ടെന്ന് ക്ഷയിക്കും. അവർക്ക് വേണ്ടത്ര റെസ്റ്റ് കിട്ടാതെ വരുമ്പോഴൊക്കെ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങളൊരു കുടുംബമായി കഴിഞ്ഞാൽ ശരിക്കും അവൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഓരോ ഭർത്താവിന്റെയും കൂടി ഒരു പ്രശ്നമാണ് അല്ലെ. അപ്പൊ അവളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഓരോ ഭർത്താവിനുമാണെന്നുള്ളതാണ്. അപ്പൊ കഴിയുന്ന രീതിയിലുള്ള ഒരു സഹായം നിങ്ങൾ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണം. മക്കളൊക്കെ ആയി കഴിയുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ജോലികൾ നിങ്ങൾ ചെയ്യുക, ഇടപെടുക അല്ലെ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതിലൊക്കെ നിങ്ങൾ ഇടപെടുക. അവള് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടുന്നുണ്ടോ, അങ്ങനെയുള്ള ഒരു ശ്രദ്ധ നിങ്ങളുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ
ലോകത്തിൽ നടന്ന അല്ലെങ്കിൽ നമുക്കറിയാവുന്ന 2 വിവാഹങ്ങളിലേക്ക് കൊണ്ടുവരിക. ഒന്ന് ചാൾസ് രാജകുമാരന്റെ വിവാഹം. അത് ലോകത്തിലുള്ള എല്ലാ പ്രസിഡന്റുമാരെയും പ്രധാനമന്ത്രിമാരെയും നയതന്ത്ര പ്രതിനിധികളെയും മുൻ രാജാക്കന്മാരെയും രാജ്ഞിമാരെയും എല്ലാവരെയും വിളിച്ച് എല്ലാ രാജ്യങ്ങളിലും എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നും വിളിച്ച് ക്ഷണിച്ച് നടത്തിയ ഒരു വിവാഹമാണത്. കോടികൾ അതിനുവേണ്ടി നടക്കും. രണ്ടാമത്തെ വിവാഹത്തെ പറ്റി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്, എൻ്റെ ഓർമ്മയിൽ, എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം കേരളത്തിൽ നടന്ന ഏറ്റവും ലളിതമായിട്ടുള്ള വിവാഹം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏക്കാൻ്റെ വിവാഹം. അതിൻ്റെ അകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ബിസ്ക്കറ്റ്, ഒരു കട്ടൻ ചായ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പൊതുപ്രവർത്തകനാണ്, എനിക്ക് വരുമാനം കുറവാണ്, കടം മേടിച്ച് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് വളരെ ലളിതമായിട്ട് നടന്നൊരു വിവാഹമാണ്. മനസ്സിലായില്ലേ? പക്ഷെ ഏതാണ് നിലനിന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചോണം. ചാൾസ് രാജകുമാരന്റെ വിവാഹം എവിടെ ചെന്ന് അവസാനിച്ചു? തകർന്നടിഞ്ഞു. ഏക്കാന്റണി എലിസബത്തും 2 ആൺമക്കളും വളരെയധികം സന്തോഷത്തോടുകൂടി അവർ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ചിലരുടെ ജീവിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൂരത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതാണ്. ചിലരുടെ ജീവിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടെന്ന് പറയുന്നത് ബാറാക്കി മാറ്റി. മനസ്സിലായില്ലേ? ചിലരുടെ ജീവിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതം ഹോട്ടലാക്കി മാറ്റി. ഞാനൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നിട്ട് പറഞ്ഞ, സാറേ ഭക്ഷണമൊക്കെ കറികളൊക്കെ ഒന്നുമില്ല, ഉള്ളതെടുക്ക്, അച്ചാറായാലും മതി എന്ന് പറഞ്ഞു. ആ കരിമീനുണ്ട്, ചെമ്മീനുണ്ട്, കൊഴുവ വറുത്തതും ഉണ്ട്, ബീഫും ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. എന്നിട്ട് അവരുടെ കറിയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ജീവിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോട്ടലാക്കി മാറ്റരുത്. ജീവിതം ദൂർത്തടിച്ച് തീർക്കരുത്. ജീവിതം മദ്യം കഴിച്ച് തീർക്കരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത ഉത്തരവാദിത്തത്തെ പറ്റി വ്യക്തമായിട്ടുള്ള, കുടുംബജീവിതത്തിലേക്ക് കയറുമ്പോൾ വ്യക്തമായിട്ടുള്ള ഉത്തരവാദിത്ത ബോധ്യങ്ങളോടുകൂടി വേണം അതിൻ്റെ അകത്തേക്ക് കിടക്കാനായിട്ട്. എങ്കിലും ജീവിതം വളരെയധികം സന്തോഷകരമായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ജീവിതം അങ്ങനെ അടിച്ച് തകർത്ത് പൊളിച്ച് ജീവിച്ച് അങ്ങനെയല്ല, ഉത്തരവാദിത്തങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യത്തെ പറ്റി ശ്രദ്ധിക്കുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇന്ന് എത്ര പേര് എക്സസൈസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും അതിന് മറുപടി 1-2 പേരായിരിക്കും അതിന് കൈവെക്കുക. 100 പേരിരിക്കുന്ന ഒരു മീറ്റിങ്ങിൽ 1-2 പേരായിരിക്കും പറഞ്ഞ, സാറേ ഞാൻ ചെയ്തിരുന്നു. ഞാൻ ഓർക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് ഒരു പനി പോലും വന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നും യോഗ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നടക്കാൻ പോകാറുണ്ട്, നീന്താൻ പോകാറുണ്ട്, ഷട്ടിൽ കളിക്കാറുണ്ട്. ഇപ്പൊ കോളേജിലാണെങ്കിൽ വൈകുന്നേരം പോരാൻ നേരത്ത് കുറച്ചു നേരം ആ കുട്ടികളുടെ കൂടെ യൂത്തിന്റെ കൂടെ വോളിബോൾ കളിച്ചിട്ട് പോരും. അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആരോഗ്യത്തിന്റെ മേഖലയിൽ ഇന്ന് വരെ ഹോസ്പിറ്റലിൽ കിടന്നുള്ളൊരു ചികിത്സക്ക് ഒരു സാഹചര്യം വന്നിട്ടില്ല. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും അടങ്ങുന്ന കുടുംബം. അതിൻ്റെ അകത്ത് ഒരാൾ രോഗിയായിട്ടുണ്ടെങ്കിൽ അടുത്ത ആളുടെ ജീവിതം നഷ്ടപ്പെടുന്നുണ്ടെന്ന്. അതായത് സംസ്കാര എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. ആ നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയ അനന്തമൂർത്തിയുടെ നോവലിൽ പ്രാണേശാചാര്യര് വിവാഹം കഴിഞ്ഞ് 1.5 വർഷം തികണയിക്കുമ്പോൾ ഭാര്യ തളർവാദം പിടിപെട്ട് കിടന്നു. അപ്പൊ അതിരാവിലെ പ്രാണേശാചാര്യര് എഴുന്നേറ്റിട്ട് ഭാര്യനെ പുറത്തുകൊണ്ട് ഇരുത്തി മൂത്രമൊഴിച്ചിട്ട് തിരിച്ചുകൊണ്ടുവന്ന് കിടത്തും. അതിനുശേഷം കാപ്പി തിളപ്പിച്ചിട്ട് ഭാര്യനെ കുത്തിച്ചാരി ഇരുത്തി കാപ്പി കൊടുക്കും. അതിനുശേഷം ഉപ്പുമാവും പഴവും കൂടി റെഡിയാക്കിയിട്ട് ഭാര്യയ്ക്ക് കുഴച്ചു കൊടുക്കാൻ നേരത്ത് ഭാര്യ പറയും, അങ്ങയുടേത് കഴിഞ്ഞിട്ട് മതി എൻ്റേതെന്ന് പറയും. അപ്പൊ ഭർത്താവ് പറയും, നീ രോഗിയല്ലേ, നിന്റേത് കഴിഞ്ഞിട്ട് മതി എൻ്റേതെന്ന് പറയും. ഇവരുടെ ജീവിതം ആ രീതിയിൽ ജീവിച്ചു തീർന്നു. അങ്ങനെ ഒരാൾ രോഗിയാണെങ്കിൽ അടുത്തയാളുടെ ജീവിതം നഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ 2 പേരിൽ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് 6 പാക്ക് വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. യാതൊരു കാരണവശാലും ഈ ഭാഗത്ത് ഫാറ്റ് അടിഞ്ഞുകൂടാനായിട്ട് നിങ്ങൾ ഇടയാവരുത്, ഫാറ്റ് അടിഞ്ഞുകൂടരുത് എന്നും തമ്പുരാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിന്നിട്ട് നെറ്റിയിലെ വേർപ്പുകൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പറഞ്ഞു. നമ്മളുടെ നെറ്റി എപ്പോഴും വേർക്കാറുണ്ട്. എപ്പോഴാണെന്നറിയോ? ഏതെങ്കിലും കല്യാണ വീട്ടിലിരുന്ന് പൊള്ളുന്ന ടർപ്പായുടെ ഇടയിലിരുന്ന് ആവി പറക്കുന്ന ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോഴാണ് നമ്മുടെ നെറ്റി വേർക്കുന്നത്. അതിൽ നിന്ന് മാറിക്കൊണ്ട് കഠിനാധ്വാനത്തിന്റെ ഒരു സന്ദേശം അത് നിങ്ങളുടെ ജീവിതത്തിൽ വേണം. 2 പേരും കൂടി കാലത്ത് എഴുന്നേറ്റിട്ട് 2 പേരും കൂടി നടക്കാൻ വേണം. അപ്പൊ പെൺകുട്ടികൾ ചോദിക്കും, സാറേ അപ്പൊ വീട്ടിലെ പണി സാറ് ചെയ്യാന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞ 1 മണിക്കൂർ നേരത്തെ എഴുന്നേൽക്കാനായിട്ട് കഴിയണം. അതിനും വേണ്ടി സമയം കണ്ടെത്താനായിട്ട് കഴിയണം. ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടാണ്. നിങ്ങൾക്ക് കൊടുക്കാവുന്ന, അടുത്തയാൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യമാണെന്നുള്ള കാര്യങ്ങൾ ഓർക്കണമെന്ന്. അദ്ദേഹം പറഞ്ഞത് 100% വാസ്തവമാണ്. ഞാൻ ഓർക്കുന്നു, വിവാഹം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് ഞാൻ വന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല. ഞാൻ അമ്മയോട് ചോദിച്ചു, അദ്ദേഹം എവിടെ പോയി? അവൻ ഓടാൻ പോയിട്ടുണ്ട്.
അന്ന് മുതൽ ഇന്ന് വരെ മുടക്കാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ എക്സസൈസും വ്യായാമമൊക്കെ തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഒരു 40 years ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം എന്നോടും പറയാൻ തുടങ്ങി, ആരോഗ്യം ശ്രദ്ധിക്കണം. കാരണം എൻ്റെ പാരൻസിന് ഷുഗർ, പ്രഷർ, സകല അസുഖങ്ങളും ഉണ്ട്. കുറച്ചു കാലം കൂടി പോട്ടെ, സുഖമാണല്ലേ കാലത്ത് മൂടിപ്പോച്ച് കിടന്ന് ഉറങ്ങും. ആ സമയത്ത് എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കും. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കി, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അസുഖം വന്നു കഴിഞ്ഞിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അത് വരാതെ നോക്കുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടൊപ്പം ഞാനും എഴുന്നേൽക്കാറുണ്ട്. പിന്നെ വീട്ടിലെ ജോലികളൊക്കെ ഉള്ളത് കാരണം കുറച്ച് സമയം കുറച്ചൊക്കെ ഇട ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അരമണിക്കൂർ ഞാൻ മാറ്റി വെച്ചിരിക്കും. അപ്പോൾ നമ്മളുടെ ആരോഗ്യം നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. യോഗയോ അല്ലെങ്കിൽ മറ്റ് എക്സസൈസോ നമുക്ക് ഏതാണ് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് എല്ലാവരും പ്രാവർത്തികമാക്കുന്നത് നല്ലതായിരിക്കും. ഒരു ഏജ് വരെ പോലും നമ്മൾ നോക്കിയിരിക്കാൻ പാടില്ല. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ളത്? പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതവും ഇല്ല. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതിലാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം ഇരിക്കുന്നത്. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് കരകയറാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുടക്കരുത്. എല്ലാവരും പേഴ്സണലായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ്, പുരുഷന്മാരായാലും സ്ത്രീകളായാലും എല്ലാം പേഴ്സണൽ പേഴ്സ് ഉണ്ടാവും. പക്ഷേ വിവാഹം കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, പറ്റുമെങ്കിൽ നമ്മൾ വീടുകളിൽ സാധാരണ കാണുന്ന ആ കുടുംബ പ്രാർത്ഥന അതെല്ലാവരും ഒരുമിച്ച് തന്നെ നടത്തണം എന്നുള്ളതാണ്. ഇനി ചിലപ്പോൾ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ജോലിയും ലൈഫും ഒക്കെയാണ് എങ്കിൽ, ഇപ്പോൾ 10 മണിക്ക് ജോലി കഴിഞ്ഞ് കയറി വരുന്ന ഒരു ഭർത്താവിനോട് ആദ്യം കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചൂടെ? 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ 10 മിനിറ്റ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ഉറങ്ങുന്നതിന് മുമ്പ് അത് വളരെ ഗുണപ്രദമാണ്. കാരണം ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ വഴക്കിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാൻ സാധിക്കില്ല. ഇപ്പോൾ വഴക്കിട്ട ആളല്ലെങ്കിലും മറ്റേ ആളെങ്കിലും വിളിക്കും നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട്. പ്രാർത്ഥിക്കുമ്പോൾ തന്നെയുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈശ്വരൻ്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞു. അതിനുശേഷം നിങ്ങളൊന്ന് തുറന്ന് സംസാരിക്കുക. ഇന്ന് എങ്ങനെയായിരുന്നു നമ്മുടെ ലൈഫ്? ഒരു അനാലിസിസ് എപ്പോഴും നല്ലതാണ്. എവിടെയാണ് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയോ, ഞാൻ പറയുന്നത് എന്തെങ്കിലും നിനക്ക് ഫീൽ ചെയ്തോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ വിഷമിപ്പിച്ചോ, ഇങ്ങനെ ഒരു പരസ്പരം ഒരു ടോക്ക് ഉണ്ടായാൽ ചിലപ്പോൾ നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ചിട്ടായിരിക്കും പങ്കാളി വിഷമിച്ച് നടക്കുന്നത്. ഒന്ന് തുറന്ന് സംസാരിച്ചാൽ, അങ്ങനെ ഒരു വിഷമം ഉണ്ടായി എന്ന് പങ്കാളി പറയുകയാണെങ്കിൽ ഒരു സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ലൈഫിലുള്ളൂ. അതിനുശേഷം സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിക്കൂടെ? അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥന ഒരു 10 മിനിറ്റ് അത് മിനിമം ആണ് കേട്ടോ, ബാക്കി എത്ര വേണമെങ്കിലും ആവാം. ഒരു നമ്മളുടെ ആ വിവാഹത്തിൻ്റെ അന്ന് മുതൽ ഒരുമിച്ചുള്ള പ്രാർത്ഥന നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ ചില ക്രിറ്റിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും, ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അവിടെയും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടൊരു ഡിസിഷൻ എടുക്കുക. അത് ഈശ്വരൻ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഇട്ട് തരും. അതൊരിക്കലും ഫ്ലോപ്പായി പോവില്ല. ഞങ്ങളുടെ ലൈഫിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. പക്ഷേ സമയത്തിൻ്റെ ആ പരിമിതി മൂലം ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ എന്തൊരു ക്രിറ്റിക്കലായിട്ടുള്ള ഡിസിഷൻ എടുക്കുമ്പോഴും നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം തീരുമാനം എടുക്കുക. അത് പെർഫെക്റ്റ്. ഓരോ കുഞ്ഞും ജീവിതത്തിലേക്ക് വരുന്നത് ഈശ്വരൻ്റെ പക്കൽ നിന്ന് നിരവധി സമ്മാനങ്ങളുമായിട്ടാണ് ഖലീൽ ജിബ്രാൻ ദ പ്രോഫറ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വിവാഹം കഴിക്കുന്ന ആ സമയത്ത് 2 പേർക്കും ജോലിയില്ല. വൈഫാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഒരു ചാക്കരി വാങ്ങാവുന്ന ആ ഒരു വരുമാനത്തിലാണ് ജോലിക്ക് കയറുന്നത്. അരി മേടിക്കാനായിട്ട് ഒരു ചാക്കരി മേടിക്കാൻ പറ്റും ഒരു മാസത്തിൽ. എത്ര വരുമാനം? ആദ്യത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് എനിക്ക് സെൻറ് ആൽബർട്ട്സിൻ്റെ പടി കടക്കാനായിട്ട് കഴിഞ്ഞത്. 2ാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് വൈഫിന് ഗവൺമെൻറ് സർവീസിൽ ജോലിക്ക് കയറുക. 3ാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ മൂന്നാറിൽ 2.5 ഏക്കർ സ്ഥലവും 2 വീടും കൂടി വാങ്ങുക. 4ാമത്തെ കുഞ്ഞിനെ ഒത്തിരി പേർക്ക് ചിരി വരുന്നുണ്ടാവും, സാറിങ്ങനെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പേടിക്കണ്ട, ആകെ 4 മക്കളാണ്. 4ാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് വൈഫിന് ഗവൺമെൻറ് കോളേജിലേക്ക് ജോലിക്ക് ഉള്ള അപ്പോയിൻമെൻറ്റ് ഓർഡർ വരിക. ഓരോ കുഞ്ഞും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് ഈശ്വരൻ്റെ പക്കൽ നിന്ന് ഒത്തിരി സമ്മാനങ്ങളുമായിട്ടാണ്. അതായത് നമ്മൾ ഈ അരുന്ധതി റോയ് ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട്. അരുന്ധതി റോയ് എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് മൊബൈൽ റിപ്പബ്ലിക്.
അതൊരു ഇൻഡിപെൻഡൻ്റ് ആണ്, സ്വതന്ത്രമാണ്, അത് ചലിക്കുന്ന ഒരു 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 രാജ്യമാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എത്ര മക്കൾ വേണം, അതെല്ലാം തീരുമാനിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടി. മനസ്സിലായില്ല? ഞങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും കൂടി ഒന്നുമല്ല ഞങ്ങളുടെ കുടുംബത്തിൽ എത്ര മക്കൾ വേണമെന്ന് തീരുമാനിച്ചത്. അത് ഞങ്ങൾ തന്നെ തീരുമാനിച്ചൊരു കാര്യം. അപ്പം നിങ്ങളുടെ ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മക്കൾ എത്ര എന്നുള്ളതൊക്കെ അത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് ഈശ്വരൻ തരുന്നത്. അത് 10 വർഷം ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം മക്കളെ പറ്റി ആലോചിക്കുക. അങ്ങനെ അത്രയൊന്നും നീട്ടി വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കണം. അതുപോലെ തന്നെ ഓരോരുത്തർക്കും കഴിവുള്ളത് നിങ്ങൾ അംഗീകരിക്കണം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് പാടിയിരുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് വെച്ചപ്പോൾ ഭർത്താവ് പറഞ്ഞു യാതൊരു കാരണവശാലും ഈ സ്റ്റേജിൽ കയറാൻ പറ്റില്ല, നിർത്തിക്കൊള്ളാം. അങ്ങനെ ഒരിക്കലും ഒരാളുടെ കഴിവുകൾ, അവസരങ്ങൾ തല്ലിക്കെടുത്തി കളയരുത്. അതുപോലെ തന്നെ രണ്ടുപേരും ജോലി ചെയ്യുമ്പോൾ ഞാൻ മാത്രമാണ് തുഴഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ ഒരു സൈഡിലിട്ട് തുഴഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ വഞ്ചി എതിർ ഭാഗത്തേക്ക്, ഭാര്യ മാത്രമാണ് ജോലി ചെയ്യുന്നതെങ്കിൽ വഞ്ചി ഓപ്പോസിറ്റ്. രണ്ടുപേരും തുഴയുമ്പോഴാണ് ഒരു വഞ്ചി മുന്നോട്ട് പോകുന്നത്, കുടുംബമാകുന്ന വഞ്ചി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ രണ്ടുപേരും ജോലി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അത് എങ്കിലും മാത്രമേ നമുക്ക് ഇന്നൊരു 10 സെൻറ്റ് സ്ഥലം വാങ്ങുന്നതിനെ പറ്റി ചിന്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. നല്ലൊരു വീട് എന്ന് പറയുന്നത് ചിന്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരു സ്വപ്നം പോലെ ഒരു വീട് പണി. അപ്പോൾ രണ്ടുപേരും കഠിനാധ്വാനം ചെയ്യാനായിട്ട് എന്തെല്ലാം സ്വത്തുണ്ടെങ്കിലും അത് തിന്ന് തീർക്കാനായിട്ടല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ മാക്സിമം ജോലി ചെയ്ത് തന്നെ ജീവിക്കുക, അതിൻ്റെ അകത്ത് സന്തോഷിക്കാനായിട്ട്, അത് അഭിമാനത്തോടുകൂടി രണ്ടുപേരും ജോലി ചെയ്യാനായിട്ട്, സന്തോഷത്തോടുകൂടി ജോലി ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം എന്ന് ഓർമ്മിപ്പിക്കണം. അതുപോലെ തന്നെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞങ്ങൾക്ക് നാട്ടിലുണ്ടായിരുന്നത് ഒരു 88 സെൻറ്റ് സ്ഥലമാണ് പണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ അന്നെന്ന് പറയുന്നത് വേലിയാണ്, വീടിന് ചുറ്റും ഉള്ളത് വലിയ വേലിയാണ്. അപ്പോൾ നാട്ടിൽ വേലി കെട്ടാനായിട്ട് ആരും ഇല്ലാണ്ട് ഞാൻ അക്കരെ ചെന്ന് ഒരു ഔസേപ്പേട്ടനെ കണ്ടുപിടിച്ചു. ഔസേപ്പേട്ടനെ കണ്ടുപിടിച്ചതിന് ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ വേലി കെട്ടാനായിട്ട് വരണം, ഒരാഴ്ചത്തെ ജോലി ഉണ്ടാവും, അപ്പോൾ ചേട്ടൻ വരേണ്ട വഴി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടുത്ത് ഇറങ്ങിയതിന് ശേഷം വരാപ്പോഴേക്ക് അന്ന് പാലുമില്ല, കടുത്ത് ഇറങ്ങിയതിന് ശേഷം പള്ളിയുടെ അവിടെ നിന്ന് കുരിശുമ്പറ്റത്ത് വന്ന് അവിടുന്ന് ചേന്നൂർക്ക് പോകുന്നതിൻ്റെ 2ാമത്തെ പാലത്തിൻ്റെ വലതുവശത്താണ് വീടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഔസേപ്പേട്ടൻ പറഞ്ഞു, ആ ഔസേപ്പേട്ടൻ്റെ ഭാര്യ മറിയം വന്നിട്ട് അകത്തുനിന്ന് വന്നിട്ടും പറഞ്ഞു ചേട്ടന് ചെറുത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ ഞാൻ പറഞ്ഞതിൻ്റെ മൊത്തം ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് മറിയത്തിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഔസേപ്പേട്ടൻ വീട്ടിലെത്തി. അപ്പോൾ ചായ കൊടുക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എപ്പിൽപ്പിറക്കം മുട്ടിക്കണം, ഊണ് കഴിപ്പിക്കണമെങ്കിൽ ചെന്ന് തോണ്ടി വിളിച്ചിട്ട് വരണം, വൈകുന്നേരം പൈസ കൊടുക്കണമെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ മുറ്റത്ത് എഴുതി കാണിക്കണം, എന്തെങ്കിലും പറയണം. അപ്പോൾ പിറ്റേ വർഷം ഞാൻ ഔസേപ്പേട്ടനെ വിളിക്കാൻ കഴിഞ്ഞപ്പോൾ ഞാൻ മറിയത്തോട് ചോദിച്ചു, ഈ വഴി എങ്ങനെ ഇത്ര കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തു എന്ന് ചോദിച്ചു. ഒന്നും ഒരക്ഷരം പോലും കേൾക്കുന്നില്ല, പിന്നെ ഈ വഴി എങ്ങനെ പറഞ്ഞത്. അപ്പോൾ മറിയം എൻ്റെ അടുത്തൊരു സെൻറ്റൻസ് പറഞ്ഞു, സാറേ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ 5-8 മാസം ഞാൻ കഷ്ടപ്പെട്ടു പോയി. ഞാൻ എന്ത് പറഞ്ഞാലും ഈ മനുഷ്യന് മനസ്സിലാവില്ല, ഈ മനുഷ്യൻ എന്ത് ഉദ്ദേശിച്ചാലും എനിക്കും മനസ്സിലാവില്ല. 5-8 മാസം കഴിഞ്ഞപ്പോഴും എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും ചേട്ടന് മനസ്സിലാകാൻ തുടങ്ങി, ചേട്ടൻ എന്ത് മനസ്സിൽ ഉദ്ദേശിച്ചാലും അതെനിക്ക് കേൾക്കാനായിട്ട് കഴിയാൻ തുടങ്ങി. ഇപ്പോൾ യാതൊരു പ്രശ്നമില്ല, ഞങ്ങൾ സുഖമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ആ വാക്കെല്ലാം ഉപയോഗിച്ചെങ്കിലും അവിടെ ഞങ്ങൾ എന്ത് ആശയവിനിമയം നടത്താനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം കുഞ്ഞുണ്ണി മാഷൊരു സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട്, ലോകം ഒന്നായിരിക്കുന്നു കമ്പി കൊണ്ടും കമ്പിയില്ല കമ്പി കൊണ്ടും കരളുകൊണ്ടല്ല. അപ്പം നിങ്ങളുടെ ജീവിതം കരളുകൊണ്ട് ഒന്നാവാനായിട്ട് ഈശ്വരൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നന്ദി. Therefore, what God has joined together, let not man separate.